ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ടിരിക്കുക തന്നെയാണ്. പക്ഷേങ്കിൽ എല്ലാവരോടും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ക്ഷമ ചോദിക്കാൻ കേട്ടോ. എനിക്കറിയാം എല്ലാവരും നമ്മളെ റിയയുടെ എപ്പിസോഡ് അത്രയും വെയിറ്റ് ചെയ്തിരിക്കുകയെന്നുള്ളത്. എനിക്ക് അത്രയും കമൻസും മെസ്സേജും ഒക്കെ വരുന്നുണ്ട്, എവിടെ റിയയുടെ എപ്പിസോഡ് എവിടെ വെച്ചിട്ട്. നമ്മളെ ചാനൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു സ്റ്റോറി തുടങ്ങിയിട്ട് ആ ഒരു എപ്പിസോഡ്, ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഇത്രയും ദിവസം നീണ്ടു പോകുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിട്ട്. കാരണം മെൻ്റലി ഫിസിക്കലി ഞാൻ എത്ര ഓക്കെ അല്ല വെച്ചാലും ഞാൻ എപ്പിസോഡുകൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലുള്ള സമയമാണെങ്കിലും ഖത്തറിലുള്ള സമയമാണെച്ചാലും വയ്യാത്ത സമയമാണെച്ചാലും കൂടി ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എപ്പിസോഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് നമ്മൾ എപ്പിസോഡുകൾ അങ്ങനെ വഴുകി പോകാത്തൊരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ ഇത്തവണ ഞാൻ ഖത്തർക്ക് പോരാന്നുള്ള പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എപ്പിസോഡ് ലാഗായി പോകണ്ട. പിന്നെ മാത്രമല്ല ഇവിടെ വെച്ചിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമല്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് എൻ്റെതായ എൻ്റെ റോളുകളും കാര്യങ്ങളൊക്കെ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഞാൻ അത്രയും സമയമില്ലാത്തടത്ത് കൂടി മാറി മാറി ചെയ്ത് അത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് പോകുന്നതായിരുന്നു ഇത്തവണ ഖത്തറിലേക്ക്. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ ചാനലിൽ നമ്മൾ മാത്രമല്ല ഇപ്പോൾ ഈ റിയ എന്നുള്ള സ്റ്റോറിയിൽ ഞാൻ മാത്രമല്ല ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഫൈറൂസ് ആണെന്നുണ്ടെങ്കിലും ആബിദ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ, പിന്നെ എന്താ പറയുക ജസീലാണെന്നുണ്ടെങ്കിലും പിന്നെ കുഞ്ഞാലിയാക്ക ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഓരോരോ ക്യാരക്ടേഴ്സിലായിട്ട് വരുന്നുണ്ട്. കുഞ്ഞാലിയാക്കാൻ്റെയും ജസീലിൻ്റെ ഒക്കെ ക്യാരക്ടേഴ്സ് പിന്നെ റോളുകളൊക്കെ അവരുടേതായ തിരക്കിൻ്റെ ഇടയിൽ ചെയ്ത് നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. പക്ഷേ ഫൈറൂസാൻ്റെ ആബിദിൻ്റെ ഇതുവരെ നമ്മൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ 2 ദിവസം 3 ദിവസം എന്നുള്ള ലെവലിൽ എന്നും ഇങ്ങനെ കാത്തിരിക്കാനാണ്. പക്ഷെ ഫൈറൂസ അറിയാലോ, ആങ്ങളെ കല്യാണം കാര്യങ്ങളായതുകൊണ്ട് അവൾ കുറച്ച് തിരക്കാണ്. ആബിദും അതുപോലെ ആബിദിൻ്റെ എപ്പിസോഡ് നമുക്ക് മെയിനായിട്ട് ആദ്യം കിട്ടേണ്ട ഒരു എപ്പിസോഡ് പറയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു എപ്പിസോഡെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുമായിരുന്നു. പക്ഷെ ആബിദ് എന്തായാലും ഇന്നലെ തരാമെന്നുള്ള ലെവലിൽ നിന്നപ്പോഴാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിധി എന്ന് പറയില്ല, അതുപോലെ മിഞ്ഞാന്ന് രാത്രി അവനക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയി. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മിഞ്ഞാന്ന് രാത്രിയിൽ എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് ഓൻ്റെ ചുണ്ടും മൂക്കും ഒക്കെ പാടി വീർത്തൊരു ലെവലിലായിട്ട് എനിക്ക് ഫോട്ടോ കിട്ടിയത്. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ, എന്താ കാട്ടുക എന്ന് ചോദിച്ചാണ്ട്. എന്നാലും മാക്സിമം ആ വീക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ നാളായിട്ട് അവൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ലാസ്റ്റിലെ ദിവസം ഇന്ന് ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് വരികയെന്നുണ്ടാവുക എന്നൊരു പ്രോമിസ് നിങ്ങൾക്ക് ലൈവിൽ വന്നപ്പോൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും എല്ലാവരും ചോദിക്കലും തെറ്റിദ്ധരിക്കലും തുടങ്ങും, എന്താ ഇങ്ങനെ വഴുകി പോണില്ല. ഇപ്പം നമ്മളെ സെക്കൻഡ് ചാനലിലടക്കം എല്ലാവരും ചോദിച്ചു തുടങ്ങി, എവിടെ സെക്കൻഡ് ചാനലിൽ വ്ളോഗ്സ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ റിയയുടെ എപ്പിസോഡ് എന്താ വരാത്തത്, അതെന്താ എത്ര വഴുകി പോണത്, നിർത്തിയോ എന്നൊക്കെ. ഒരിക്കലും നമ്മൾ നിർത്തിയിട്ടില്ല, ബാക്കി എപ്പിസോഡുകൾ എന്തായാലും ഉണ്ടാവും. പക്ഷേങ്കിൽ ആ ഒരു ആബിദിൻ്റെ ആ ഒരു സീനും കൂടി കിട്ടാൻ നമുക്ക് അത്രയേ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ അവനോട് തന്നെ പറയുന്നുണ്ട്, അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞാൽ അവനോട് അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഓക്കെ ആവുന്ന സമയത്ത് എനിക്ക് ആ ഒരു സീനോട് എടുത്ത് താഴെ. കാരണം ആ ഒരു സീൻ ആ ഒരു എപ്പിസോഡിന് മുഖ്യമായിട്ടുള്ള ഒരു സീനാണ്. മാക്സിമം അവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. അതായത് ഫൈറൂസ് ആണെന്നുണ്ടെങ്കിൽ ആബിദാണെങ്കിലും നമുക്ക് വീഡിയോ തരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓരോരോ അവർക്കതായ വരുന്ന ഹെൽത്ത് പരമായിട്ടുള്ളതും ഫാമിലി പരമായിട്ടുള്ളതുമായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് അത് മാറ്റി വെക്കേണ്ടി വരുന്നത്. എന്തായാലും എല്ലാവരും നമ്മളെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കേണ്ടതെന്ന് അറിയണതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ആരും നമ്മളെന്തുകൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വം വീഡിയോ വഴുകിക്കണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ നോർമലി നിങ്ങളോട് വീഡിയോ ആയിട്ട് തന്നെ വന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഞാൻ ലൈവിൽ ഒരിക്കൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈവ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ലൈവ് കണ്ടിരിക്കണമെന്നില്ലല്ലോ, എന്താ പറയുക, കണ്ടിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ മാത്രമല്ല നമ്മളെ ചാനലിൽ നമ്മൾ എപ്പിസോഡിൽ കൂടെ ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രൊമോഷൻസ് കാര്യങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് വഴുകിപ്പോയാലും നമ്മൾ ഈ പ്രൊമോഷൻകാർക്ക് പറഞ്ഞ ഡേറ്റിന് അവരുടെ പ്രൊഡക്റ്റുകൾ കാണിച്ച് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഇതിൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്തായാലും അത് കാണിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റീസണും കൂടി വ്യക്തമാക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ആബിദിൻ്റെ ഫേസ് കാര്യങ്ങളൊന്നും ഓക്കെ ആയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാളെ എന്തായാലും വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് അപകടങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ മനുഷ്യർക്കും വരുന്ന എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റാത്തൊരു കാര്യങ്ങളല്ല. അപ്പോൾ അവൻ്റെ ആ ഒരു അവസ്ഥ എല്ലാവരും മനസ്സിലാക്കിക്കാണ്ട് ഒരു എന്താ പറയുക, നമ്മുടെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ആ ഒരു ക്ഷമയോടെ എല്ലാവരും കാത്തിരിക്കണമെന്ന് പിന്നെ പറയുകയാണ്, ഒരു റിക്വസ്റ്റാണ്. കാരണം നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ലാഗായി പോകുന്നത്. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഖത്തറിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സീനുകളും അവിടെ നിന്ന് എടുത്ത് റെഡിയാക്കിയിട്ട് ഞാൻ പോകുന്നത്. ഇനി ഇവിടെ വന്നിട്ട് അതൊരു പെൻഡിങ് വരരുതേന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഭാഗം മാത്രം റെഡി ആയതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്ക്
ഇപ്പൊക്കെ ചിലപ്പോൾ തോന്നും എനിക്ക് നമ്മളെ ചാനലിൽ ആദ്യത്തെ പോലെ എല്ലാ സീനും നമ്മൾ തന്നെ ചെയ്താൽ മതിയായിരുന്നു, വേറെ ഒരു ക്യാരക്ടേഴ്സിനൊന്നും കൊടുക്കണ്ടായിരുന്നില്ല, എന്നാൽ നമുക്ക് നമ്മളതായ ബുദ്ധിമുട്ടുകളില്ലാത്ത കാര്യങ്ങൾ എപ്പിസോഡുകൾ കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നുള്ളത്. പക്ഷേ നമുക്കൊരു കഥക്ക് അതിൻ്റെതായ ഭംഗിയും ഒരു കഥക്ക് അതിൻ്റെതായ രസവും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ക്യാരക്ടേഴ്സും ഓരോന്നിനെ എന്താ പറയുക, കഥാപാത്രങ്ങൾ ആണുങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയില്ല. അപ്പോൾ അതുപോലെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ലെവലായതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും ഓരോരുത്തരെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എന്തായാലും ആബിദ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ, അല്ലാതെ ആബിദ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ട് തരും. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് ഇടണമായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ കൂടി മെസ്സേജ് അയച്ചു, നാളെ എന്തായാലും എൻ്റെ വീഡിയോ നാളെ എന്തായാലും ചെയ്ത് തരട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് ഇപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയും കൂടി ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്ന് പോകുന്നത് ഇതാ, നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷം നല്ല ചൂടാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മഴ തുടങ്ങിയപ്പോൾ ഇവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഞാനത് കണ്ടില്ല, അവിടെ നിങ്ങളുടെ വെട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ജനൻ്റെ ഉൾഭാഗത്ത് കൂടെ തുളച്ച് വന്ന പോലെ നല്ല രീതിയിൽ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ഉപയോഗിക്കുന്ന ഇത് ഈ ഒരു ക്രീമാണ് കേട്ടോ. നമുക്ക് ആമസോണിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നമ്മളെ മുഖം വരണ്ട് പോകുന്നതിനും പിന്നെ അതുപോലെ ചൂടിൽ നിന്നൊക്കെ മാക്സിമം നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമും കൂടിയാണ് ഈ ക്രീം. ഇതിൻ്റെ പൗഡർ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ക്രീം നല്ല സ്മെല്ലാണ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് നൈറ്റ് ക്രീമായിട്ടൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും സ്കിന്നിട്ട. അതുപോലെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ നാട്ടിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനാണ്. ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്കത് കൂടുതൽ ഹെൽപ്പായി. അതുകൊണ്ട് തന്നെ സാധനം ഇപ്പോൾ ഏകദേശം തീരാറായി തുടങ്ങിയിട്ടുണ്ട്. FPF 50+++ വരുന്ന ഒരു സൺസ്ക്രീനാണ്. എപ്പോഴും നമ്മൾ അത് നോക്കി വാങ്ങിക്കുക. 15++ ഉള്ളത് നോക്കി വാങ്ങിക്കുക. അതാണ് നമ്മളെ സ്കിന്നിനെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് കേട്ടോ. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ചിലവർ ധാരണ ഉണ്ടല്ലോ, മഴക്കാലമാകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ ശരിക്കും മഴയാണെങ്കിലും വെയിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമ്മളെ സ്കിന്നിന് ഒരു വിധം നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, പക്ഷെ എന്തായാലും ഞാൻ യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനാണ് നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ട് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ കൂടി. ഓയിൽ സ്കിൻ ആയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു സൺസ്ക്രീൻ കൂടിയാണ്. പിന്നെ ഞാൻ എപ്പോഴും അത് ഇനി മഴയായാലും ചൂടായാലും എപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ആയിട്ട് സൺസ്ക്രീനും ഈ ഒരു സാധനം മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇപ്പോൾ നമ്മളെ മേക്കപ്പ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് ഇതിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടല്ലോ, കണ്ടില്ലേ? ഇതിൻ്റെ കോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ ഖത്തറിന്ന് വരുമ്പോൾ ഇത് അവിടുന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചാൽ, കാരണം വരവ് പെട്ടെന്നായതുകൊണ്ട് തന്നെ പിന്നെ എനിക്കത് ഓർഡർ ചെയ്തൊരു സാധനം കിട്ടാനുള്ള ടൈം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് അപ്പം ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. ഇപ്പം ഇതിന് ഒരുമാതിരി ഉണക്കൽ പരുവത്തിലായിട്ടുണ്ട് ഇതിൻ്റെ കോലം എന്ന് പറഞ്ഞ പോലെ. അത് കാരണം പീച്ചി ഇത് കഴിയാറായിട്ടുണ്ട്. ഇത് ഫേസ് കാനഡയുടെ പിന്നെ സ്റ്റോപ്പ് ക്രീമാണ്. നല്ല അടിപൊളി ക്രീമാണ്. അതായത് നമുക്ക് ഫൗണ്ടേഷന് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്കാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് നമ്മളുടെ 2 ചിന്നിലും നോസിലും അതുപോലെ ഇത് തടിലും കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റോപ്പ് ക്രീം. ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിത് നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഞാനിത് കഴിയുമ്പോൾ വാങ്ങിക്കാറുണ്ടെങ്കിൽ ഖത്തറിന്ന് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഞാൻ നല്ല ലുലുവിലൊക്കെ പോയ സമയത്ത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതൊക്കെ ഇവിടെ കിട്ടിയില്ല കേട്ടോ. ഇനി പിന്നെ ആമസോൺ വഴി ഓർഡർ ചെയ്തിട്ട് വരുത്തണം ഇനിയിപ്പോൾ. പിന്നെ നമ്മൾ ഇതാ എപ്പോഴും കാണിക്കാറുള്ള ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും യൂസ് ചെയ്തിരുന്നത് MYBയുടെ ലിപ്സ്റ്റിക് ആയിരുന്നു. ഇപ്പം ഞാൻ തവണ അതിൽ നിന്ന് മാറിയിട്ട് ഇതാ ഫേസ് കാനഡയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ചെറിയ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഷെയ്ഡാട്ടോ. അതോ ഇട്ടോ ചോദിച്ചാൽ ഇട്ടിട്ടില്ലേ ചോദിച്ചാൽ ഇട്ടിട്ടില്ല. ആ ലെവലിലുള്ള ഒരു ഇതാണ് നമ്മളെ എൻ്റെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ലിങ്കും ഞാൻ നമ്മളുടെ കമൻറ്റിൽ കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവം ഇതാ, നമ്മളെ അതായത് ഐക്കോണിക് അല്ലല്ലോ ഇത്, കാജൽ, ബ്ലാക്ക് കാജൽ ഇട്ട ഇതിൻ്റെ കോംബോ ഓഫർ ആയിട്ടുണ്ട്. അതായത് buy 1 get 1 കോംബോ ഓഫർ ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കൂടിയും കൊടുക്കാം. അപ്പോൾ ഈ ഒരു 5 സംഭവങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ എന്താ പറയുക ലിങ്കുകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഖത്തർക്ക് വന്നതിൻ്റെ വീഡിയോയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പെരുന്നാൾ വീഡിയോയിൽ പെരുന്നാളിൻ്റെ വ്ളോഗിൽ സെക്കൻഡ് ചാനലിലാണ് നമ്മൾ പെരുന്നാൾ വ്ളോഗ് ഇട്ടത്. ആ സെക്കൻഡ് ചാനലിലാണ് തോന്നിയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തവണ ബീഫ് കൊടുന്നത് കുക്ക് ചെയ്തിട്ടല്ല, ഫ്രീസ് ചെയ്തിട്ട് കട്ട കൊടുക്കനെ കൊടുത്തിട്ടും ഇവിടെ വന്നിട്ടും കുറേ സമയം പുറത്തിരുന്നിട്ട് പോലും ആ കട്ട അലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്രഷ് ബീഫായിട്ട് കൊണ്ടുവരാൻ പറ്റി. അത് ഞാനൊരു ഹോട്ട് ബാഗ് വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹോട്ട് ബാഗ് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ എന്നൊക്കെ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഇതേ സെയിം സാധനം നിങ്ങൾക്ക് ഓൺലൈനിലും കിട്ടാൻ ചാൻസ് കിട്ടാം. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. കീപ്പ് ഹോട്ട് ബാഗ് എന്നാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ
നമുക്ക് ചൂടായിട്ടുള്ളതാണെച്ചാലും തണുപ്പായിട്ടുള്ളതാണെങ്കിലും നമുക്കത് അതേ ലെവലിലേക്ക് നമുക്ക് എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ബീഫ് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അത് നന്നായിട്ട് കട്ടായതിൻ്റെ ശേഷം ഈ ഒരു ബാഗിലേക്ക് എന്താ കണ്ടില്ല, ഇതിൻ്റെ ബാഗ് ഇങ്ങനെ വരുന്നത്, ഈ ഒരു ബാഗിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാനത് ചെയ്തു, അത് ഇതേപോലെ അങ്ങനെ ഇറക്കി വെച്ചിട്ട് ടാപ്പ് ചെയ്തിങ്ങാണ്ട് ലഗേജിൽ വെച്ചിട്ട് ഇത്തവണ ബീഫ് കൊടുന്നിട്ട് 5 കിലോ ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 5 കിലോനും നല്ല കട്ടായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകത പറയാൻ കാരണം പ്രവാസികളായിട്ടുള്ളവർക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും നഗറ്റ്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വീട്ടിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കണം ഇനി നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് നഗറ്റ്സോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നാട്ടിലേക്ക് കുട്ടികൾക്ക് ഫ്രീസ് ആയിക്കാണ്ട് തന്നെ, അതായത് അലിയാത്ത രീതിയിൽ തന്നെ വൃത്തിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ആക്കാന്നുള്ളത്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും പ്രവാസികൾക്ക് നമ്മളെപ്പോഴും ബീഫും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടല്ലേ കൊടുത്തയക്കുക. അപ്പം നല്ല ബീഫ് ഫ്രഷ് ആയിട്ട് കൊടുത്തയക്കണമെങ്കിലും അതുപോലെ ഫിഷ് നല്ല ഫ്രഷ് ആയിട്ട് കൊടുത്തയക്കണമെങ്കിലൊക്കെ ഇതുപോലത്തെ ഒരു ഹോട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നല്ല, ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു അനുഭവമായിട്ട് തോന്നിയപ്പോൾ നിങ്ങളും കൂടി ഷെയർ ചെയ്തതെന്ന് മാത്രം. കാരണം നമ്മൾ ഫാമിലി ഓഡിയൻസ് കാണുന്ന ചാനലാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്നുള്ള ലെവലിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. കാരണം കുറേ ദിവസം ചാനലിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ അതൊരു സങ്കടമല്ലേ. അപ്പോൾ ഇടക്കും തിരക്കായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ടോ ലൈവായിട്ടൊക്കെ വന്നിട്ട് വലിയ വർത്താനം പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് ആബിദിൻ്റെ വീഡിയോ നാളെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ബാക്കി എപ്പിസോഡിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആബിദിൻ്റെ ആ ഭാഗം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് എപ്പിസോഡ് അടുത്ത ദിവസം ഇടാമെന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും തുടർന്നും കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ നമ്മളെ സെക്കൻഡ് ചാനലിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട്, നമ്മളെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് നാട്ടിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെന്ന് മക്കളൊക്കെ ഡെയിലി വിളിക്കുമ്പോൾ കാണിച്ചറിലും പറയലൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ചൂടുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത റിയയുടെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതുവരേക്കും അസ്സലാം.